ഹലോ വെൽക്കം ബാക്ക് ടു അമിയാസ് ഡിസൈൻസ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കുർത്തീസ് എല്ലാം തന്നെ അഫോർഡബിൾ പ്രൈസിൽ നല്ല ഡെയിലി വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന കുർത്തീസാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. എല്ലാം നല്ല റേറ്റ് കുറച്ചാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അടിപൊളി കുർത്തീസാണ്, അപ്പോൾ ആരും മിസ്സാക്കരുത്. ഫസ്റ്റ് കുർത്തി തന്നെ വന്നിട്ടുള്ളത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുള്ള ഒരു കുർത്തിയാണ്. ഇതെല്ലാം വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. എല്ലാത്തിൻ്റെ ഒരു ലെങ്ത് ഒരു 44-45 ആ ഒരു റേഞ്ചിലാണ് ലെങ്ത് വന്നിട്ടുള്ളത്. ഇത് ഒരു മസ്ലിൻ പോലത്തെ ഒരു ഫാബ്രിക് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ്, നല്ല പ്രിന്റ് ആണ്. ഇത് നല്ല ക്വാളിറ്റി എന്ന് വെച്ചാൽ നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട് കഴുകിയാലോ അല്ലെങ്കിൽ കല്ലിലിട്ട് ഉരച്ച് കഴുകിയാലോ ഒന്നും ഇതിന്റെ ഫാബ്രിക്കിന് ഒരു കുഴപ്പവും പറ്റില്ല. സിമ്പിൾ ആയിട്ട് വന്നൊരു കുർത്തിയാണ് കേട്ടോ. ഡെയിലി വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. ഹാൻഡ് വർക്കോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ, എംബ്രോയിഡറി വർക്കാണ് നമ്മൾ ഈ ഒരു യോഗ് പോർഷൻ കൊടുത്തേക്കുന്നത്. സെൻട്രലായിട്ട് 2 വുഡൻ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇതിന്റെ കളറ് ബേസ് കളറായിട്ട് ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത്. അതിലേക്ക് വൈറ്റ് കളർ വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളറും പിന്നെ ഒരു ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് കുർത്തി വരുന്നത്. ബാക്ക് പോർഷൻ ഇങ്ങനെ വരുവേ. സ്ലീവിന്റെ എൻഡിലായിട്ട് നമ്മൾ ഈ യോക്കിൽ ചെയ്തിരിക്കുന്ന ആ ഒരു എംബ്രോയിഡറി വർക്ക് സ്ലീവിന്റെ എൻഡിലായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. എംബ്രോയിഡറി വർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്ര ഉരച്ച് കഴുകിയാലും ഒരു പ്രശ്നം വരത്തില്ല. ഇപ്പം നമ്മൾ ഹാൻഡ് വർക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് കുറച്ച് പാടായിരിക്കും. കാരണം ഹാൻഡ് വർക്ക് അല്ലേ, എന്താണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഇളകി പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് മെഷീനിലൊക്കെ ഇട്ട് വാഷ് ചെയ്യുമ്പോഴത്തേക്ക്. പക്ഷേ ഇത് നമ്മൾ എംബ്രോയിഡറി വർക്ക് ആയതുകൊണ്ട് തന്നെ യാതൊരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് കേട്ടോ. ഇതിന്റെ സ്മോള്, മീഡിയം, ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. അപ്പം സ്മോൾ സൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് വലുതായിരിക്കും, മീഡിയംകാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് സ്മോൾ സൈസാണ്. അപ്പം എൻ്റെ സൈസ് മീഡിയം ലാർജും ആണ്. അപ്പം എനിക്ക് ചിലതിൻ്റെ മീഡിയം എനിക്ക് ഓക്കെ ആവാറുണ്ട്, ചിലതിൻ്റെ ലാർജ് എനിക്ക് കുറച്ച് വലുതായിരിക്കും, ചിലപ്പോൾ ഷേപ്പ് ചെയ്ത് എടുക്കേണ്ടതൊക്കെ ആയിട്ട് വരാറുണ്ട്. ഇപ്പം എനിക്കിത് സ്മോൾ സൈസാണ്, പക്ഷേ എനിക്കിത് കറക്റ്റാണ്. അപ്പം നിങ്ങൾ മീഡിയംകാരിൻ്റെ സ്മോൾ എടുക്കുക. സ്മോൾ യൂസ് ചെയ്യുന്നവർക്ക് മീഡിയം വലുതായിരിക്കും. അതുകൊണ്ട് ലാർജുകാർ മീഡിയം എടുക്കുക, എക്സലുകാർ ലാർജ് എടുക്കുക. 3 സൈസ് ഇതിന് അവൈലബിൾ ആയിട്ട് വരുന്നുള്ളൂ കേട്ടോ. ഡബിൾ എക്സൽ ഒന്നും ഇല്ല, സ്മോള്, മീഡിയം, ലാർജ് സൈസ്. അപ്പം നിങ്ങൾ ഒരു സൈസ് കുറച്ചെടുക്കുക. അപ്പം ലാർജ് യൂസ് ചെയ്യുന്നവർ മീഡിയം എടുക്കുക, മീഡിയം യൂസ് ചെയ്യുന്നവർ സ്മോൾ എടുക്കുക, അങ്ങനെ എടുക്കുക കേട്ടോ. 3 സൈസേ ഉള്ളൂ. ഇങ്ങനെയാണ് കുർത്തി വന്നിട്ടുള്ളത്. നല്ല രസമാണ്. ഇതിൻ്റെ ഒരു പ്രിൻ്റൊക്കെ ഒരു മാംഗോ പ്രിൻ്റ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് കളർ ചേഞ്ച് ആണ് കേട്ടോ. ഇതിന്റെ രണ്ടിന്റെയും ഫാബ്രിക്കിൽ വ്യത്യാസമുണ്ട് കേട്ടോ. രണ്ടും 2 ഫാബ്രിക് ആണ്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇത് സിമ്പിൾ ആയിട്ടേ സെയിം യോക്കിലൊക്കെ എംബ്രോയിഡറി വർക്കൊക്കെ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്, പക്ഷെ ഫാബ്രിക്കിൽ വ്യത്യാസമുണ്ട്. ഇതിന്റെ ഫാബ്രിക്കും ഇത് കുറച്ച് കട്ടിയുള്ള മസ്ലിന്റെ പോലത്തെ ഒരു ഫാബ്രിക്, ഇത് കുറച്ച് കട്ടി കുറഞ്ഞ മസ്ലിന്റെ പോലെ അങ്ങനെ വരുന്ന ഒരു ഫാബ്രിക്കാണ്. അപ്പം എനിക്ക് കറക്റ്റ് ഇതിന്റെ ഏത് ഫാബ്രിക്കാന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ടോ, നല്ലൊരു കളറൊക്കെയാണ്. ഇത് പെട്ടെന്ന് അങ്ങനെ പോകുന്ന ഫാബ്രിക് ഒന്നുമല്ല. ഇത് നമുക്ക് ഡെയിലി മെഷീൻ വാഷ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് തന്നെയാണ് ഇതും. എല്ലാത്തിനും നമ്മൾ വിത്തൗട്ട് ലൈനിങ്ങിലാണ് കൊണ്ടുവന്നിട്ട്, കാരണം ഇതിനൊന്നും ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. കട്ടിയുള്ള ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. ഇത് കുറച്ച് സോഫ്റ്റ് ആണ്, പക്ഷെ ഇതിന് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല, കാരണം പെട്ടെന്ന് പോകുന്ന ഫാബ്രിക് അല്ല. അതുകൊണ്ട് തന്നെ ലൈനിങ്ങിന്റെ ആവശ്യം ഇതിനും വന്നിട്ടില്ല. ഇത് വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. ഇതിന് നിങ്ങൾ മീഡിയം തന്നെ എടുക്കുക, ലാർജ് യൂസ് ചെയ്യുന്നവർ ലാർജ് തന്നെ. നേരത്തെ കാണിച്ച കുർത്തിയുടേത് ഒരു സൈസ് കുറച്ചെടുത്താൽ മതി. ഇത് കറക്റ്റ് സൈസ് തന്നെ എടുക്കുക. ഞാനിപ്പോൾ മീഡിയം ആണ് എടുത്തിരിക്കുന്നത്, പക്ഷെ എനിക്ക് കുറച്ച് ലൂസ് ആണെന്നാലും കുഴപ്പമില്ല, നമുക്ക് പേടിക്കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ മീഡിയം യൂസ് ചെയ്യുന്നതിൻ്റെ മീഡിയം തന്നെ എടുക്കുക. ഇത് 2 സൈസ് അവൈലബിൾ ആയിട്ടുള്ളൂ, മീഡിയം, ലാർജ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ എല്ലാ സൈസും അവൈലബിൾ അല്ല, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്ര ഒരു റേറ്റ് കുറച്ചിട്ട് നൽകുന്നത്. നല്ല സുഖമാണ് കേട്ടോ വെയർ ചെയ്യാനായിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് നല്ല സുഖമാണ് വെയർ ചെയ്യാനായിട്ട്. ഇതിൻ്റെയും നമുക്ക് ഇവിടെ 2-3 വുഡൻ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സെയിം എംബ്രോയിഡറി വർക്ക് തന്നെ സ്ലീവിൻ്റെ എൻഡിലായിട്ടും ചെയ്തിട്ടുണ്ട്. സ്ലീവ്സ് വരുന്നത് 3/4 സ്ലീവ്സിലാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് കുർത്തി വരുന്നത് കേട്ടോ. സിമ്പിളായിട്ട് ഡെയിലി വെയർ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന, മെഷീൻ വാഷ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് ഇത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു സ്കൈ ബ്ലൂ കളറിലാണ് കേട്ടോ. നേരത്തെ വന്നിട്ടുള്ള ആ ഒരു എംബ്രോയിഡറി വർക്ക് തന്നെയാണ്, പക്ഷെ ഇത് കുറച്ച് വീതിയിലാണ്. യോക്കിൽ ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. കളറാണെങ്കിലും എല്ലാം നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഈ വർക്കൊക്കെ ആണെങ്കിലും എല്ലാം ഈ എംബ്രോയിഡറി വർക്ക് നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഈ ഒരു സെയിം എംബ്രോയിഡറി വർക്ക് നമ്മൾ സ്ലീവിന്റെ എൻഡിലായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കളർ വന്നിട്ടുള്ളത് ഒരു വൈറ്റും
സ്കൈ ബ്ലൂ ഒക്കെ കൂടി വന്നിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. ഇതിന്റെ ഫാബ്രിക് ഒരു സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക് ആണ്. ഇപ്പൊ നിങ്ങൾ ഇത് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് നോക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിന്റെ അത് സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പം സൈസ് കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് ഓരോ കുർത്തിക്കും. ഓരോ സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെ സൈസ് അല്ല ഇതിന് വരുന്നത്, കാരണം ഇത് പുറത്തുനിന്ന് വന്നിട്ടുള്ള കുർത്തീസ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സൈസിൽ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. അപ്പം ഞാൻ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, കണ്ടിട്ട് ചോദിക്കുക കേട്ടോ. അപ്പൊ ഇതിന് നമുക്ക് സ്മോള്, മീഡിയം, ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ്, നല്ല വർക്കാണ്. ഇത് ഡെയിലി വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ്. നിങ്ങൾക്ക് ഇത് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും ഇതിന്റെ ഒരു ഭംഗിയൊക്കെ. നേരത്തെ കാണിച്ച കുർത്തികളാണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ നല്ല ഭംഗിയുള്ളതാണ്. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഈ കുർത്തീസ് എല്ലാം തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. റൗണ്ട് നെക്ക് വന്നിട്ട് ഇവിടെ ഒരു വീക്കട്ടൊക്കെ കൊടുത്തിട്ടാണ് ഈ കുർത്തി വന്നിട്ടുള്ളത്. സ്ലീവ്സ് വരുന്നത് ഒരു 3/4 സ്ലീവ്സിലാണ്. സ്ലിറ്റഡ് കുർത്തിയാണ്, എല്ലാം തന്നെ സ്ലിറ്റഡ് കുർത്തീസ് ആണ് വരുന്നത്. ഡെയിലി വെയർ ആയിട്ട്, ഓഫീസ് വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ്. ഇപ്പോൾ കോളേജിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ കുർത്തീസ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അവർക്ക് നല്ലതാണിത്. ഇതിന് നമുക്ക് സ്മോള്, മീഡിയം, ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. മീഡിയം എടുക്കുന്നവർ സ്മോൾ എടുക്കുക, ലാർജ് എടുക്കുന്നവർ മീഡിയം എടുക്കുക, എക്സൽ എടുക്കുന്നവർ ലാർജ് എടുക്കുക. അങ്ങനെ ഒരു സൈസ് കുറച്ചെടുത്താൽ മതി കേട്ടോ. ഇതിന്റെ 3 സൈസാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെ റേറ്റ് 399 മാത്രമാണ്. നേരത്തെ കാണിച്ച കുർത്തീസിന്റെ ആണെങ്കിലും ഈ കുർത്തിയുടെ ആണെങ്കിലും എല്ലാം 399 നിങ്ങൾക്ക് എന്തുകൊണ്ടും അടിപൊളി ഒരു ഓപ്ഷൻ ആണ്. ഇത് വന്നിട്ടുള്ള ഇത് നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക് ആണ്. വെയർ ചെയ്യാനൊക്കെ നല്ല സുഖമാണ്. ചൂട് സമയത്തൊക്കെ ആണെങ്കിലും, ഇപ്പൊ മഴ സമയത്താണെങ്കിലും പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ചൂട് സമയത്താണെങ്കിലും വെയർ ചെയ്യാൻ നല്ല സുഖമായിരിക്കും ഈ ഒരു സോഫ്റ്റ് കോട്ടൺ ആയതുകൊണ്ട് തന്നെ. ഇതിന്റെ ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. റൗണ്ട് നെക്ക് വന്നിട്ട് ഒരു വി കട്ട് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഒരു കളറൊക്കെ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ കളറാണ്. അതിലേക്കൊരു ലൈറ്റ് ബ്ലൂവും വൈറ്റും ഒക്കെ കളറൊക്കെ വന്നിട്ടുണ്ട്. നല്ല കോട്ടൺ ഫാബ്രിക്കിലാണ് കേട്ടോ ഈ ഒരു കുർത്തി വന്നിട്ട്. റൗണ്ട് നെക്കൊക്കെ വന്നിട്ട് ഒരു വി കട്ടൊക്കെ പോലെ കൊടുത്തിട്ട് വന്നിട്ടുള്ള ഒരു നെക്കാണ് ഇതിന് വന്നിരിക്കുന്നത്. സ്ലീവ്സ് വരുന്നത് 3/4 ആണ്. ഇതിലാണെങ്കിൽ നമ്മളൊരു പിൻഡെക്സ് ടൈപ്പ് ആണ് ഈ ഒരു യോക്ക് പോർഷൻ മാത്രമായിട്ട് കൊടുത്തിരിക്കുന്നത്, സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അത് ആ ഒരു സെയിം രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു സ്ലീവിന്റെ എൻഡിലായിട്ടും ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഗോൾഡൻ കളറിലുള്ള ത്രെഡ് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട്. സ്ലിറ്റഡ് ആയിട്ട് തന്നെ വന്നിട്ടുള്ളതാണ്. ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഡാർക്ക് ബ്ലൂ കളറാണ് വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഒരു കളർ വരുന്നത്. അടിപൊളി, നല്ല കോട്ടൺ ആണ് കേട്ടോ. നല്ല കോട്ടൺ ഫാബ്രിക്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിലാണ് ഈ ഒരു കുർത്തി കൊണ്ടുവന്നിട്ടുള്ളത്. സ്ലിറ്റഡ് ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് 399 ആണ് കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ച കുർത്തീസിന്റെ എല്ലാം 399 തന്നെയായിരുന്നു റേറ്റ്. ഇതിന്റെയും 399 തന്നെയാണ് റേറ്റ് വന്നിട്ടുള്ളത്. ഇതിന് നമുക്ക് സ്മോള്, മീഡിയം, ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഒരു സൈസ് കുറച്ചെടുക്കുക കേട്ടോ. അപ്പൊ മീഡിയം വേണ്ടവർ സ്മോൾ എടുക്കുക, സ്മോൾ വേണ്ടവർ സ്മോൾ എടുത്തൊന്ന് ഷേപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് 38 ആണ്. സ്മോളിന്റെ സൈസ് വരുന്നത് 38 ആണ്. ലാർജിന്റെ സൈസ് വരുന്നത് 42. അങ്ങനെയാണ്, സൈസ് കൂടിയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഒരു സൈസ് കുറച്ചെടുക്കുക. ഫസ്റ്റ് മീഡിയം വേണ്ടവർ സ്മോൾ എടുക്കുക, ലാർജ് വേണ്ടവർ മീഡിയം എടുക്കുക. അങ്ങനെ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇതിന്റെ ഒരു സൈസ് നിങ്ങൾ കുറച്ചെടുക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് സ്മോൾ സൈസ് ആണ്. ഞാൻ മീഡിയം സൈസ് വെയർ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് സ്മോൾ സൈസ് ആണ്. അപ്പൊ എനിക്കിത് കുറച്ച് ലൂസ് ആയിട്ട് കറക്റ്റ് ആണ്, ഓക്കെ ആണ്. എനിക്ക് കുറച്ച് ലൂസായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം. ഒത്തിരി ടൈറ്റ് ആയിട്ട് ഇരിക്കുന്ന ഇഷ്ടമല്ല. അപ്പൊ വയറിന്റെ ഭാഗമൊക്കെ കുറച്ച് ലൂസായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം. അപ്പൊ ഇതെനിക്ക് കുറച്ച് നല്ല അത്യാവശ്യം എനിക്ക് കറക്റ്റ് ആണ്. എൻ്റെ ഒരു രീതിക്ക് എനിക്കിത് ഓക്കെ ആണ്. അങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ മീഡിയം യൂസ് ചെയ്യുന്ന ആൾ സ്മോൾ എടുക്കുക, അങ്ങനെ എടുക്കുക കേട്ടോ. ഒരു സൈസ് കുറച്ചെടുക്കുക. നെക്സ്റ്റ് ഒരു അജ്രക് പ്രിന്റിൽ വന്നിട്ടുള്ളതാണ്. ഇതിന്റെ ഒരു കളർ വന്നിട്ടുള്ള ഒരു റെഡിഷ് മെറൂൺ കളറിലാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ്. കോട്ടൺ ഫാബ്രിക്കിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ എംബ്രോയിഡറി വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഒരു റെഡിഷ് മെറൂൺ കളർ, അതിലേക്ക് പ്രിന്റ് വന്നിട്ടുണ്ട്. ബ്ലാക്ക്, ഒരു റെഡ്, പിന്നെ ഒരു ചിക്കു കളറൊക്കെ പ്രിന്റ് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. നല്ല പ്രിന്റ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ. നല്ല ഡെയിലി വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റം ആണ്. അതുപോലെ നല്ല അഫോർഡബിൾ പ്രൈസിൽ 399 മാത്രമാണ് നമ്മൾ ഈ ഒരു കുർത്തിക്ക് കൊണ്ടുവന്നിരിക്കുന്ന റേറ്റ്. അടിപൊളി റേറ്റിലാണ്. ഈ ഒരു അജ്രക്കിന്റെ ഒക്കെ ഇങ്ങനത്തെ ഒരു കുർത്തീസ് ഒക്കെ 399 ഒക്കെ കിട്ടാനായിട്ട് കുറച്ച് പാടാണ്. നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ്. ഭംഗി മാത്രമല്ല കേട്ടോ, ഫാബ്രിക് ആണെങ്കിലും നല്ല ഫാബ്രിക് ആണ്. കോട്ടൺ ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. കോട്ടൺ ഫാബ്രിക് ആണ്. ഇതിന് നമുക്ക് സ്മോള്, മീഡിയം, ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സ്മോൾ എന്ന് പറയുമ്പോൾ 38 വരുന്നുണ്ട്. അപ്പൊ ലാർജ് വേണ്ടവർ മീഡിയം എടുക്കാൻ നോക്കുക, മീഡിയം വേണ്ടവർ സ്മോൾ എടുക്കാൻ നോക്കുക കേട്ടോ. അങ്ങനെ ഒരു സൈസ് കുറച്ചെടുക്കുക. അപ്പൊ നമ്മൾ സാധാരണ എല്ലാത്തിനും ഒരു സൈസ് കൂട്ടിയാണ് പറയുന്നത്. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന കുർത്തീസിനെല്ലാം തന്നെ
ഒരു സൈസ് നിങ്ങൾ കുറച്ചെടുക്കുക, അങ്ങനെ എടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എക്സൽ വേണ്ടവർ ലാർജ് എടുക്കുക, അങ്ങനെ എടുക്കുക കേട്ടോ. സ്മോൾ, മീഡിയം, ലാർജ് സൈസാണ് നമുക്ക് ഇതിൻ്റെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് നേരത്തെ കാണിച്ച ആ ഒരു മെറൂൺ കുർത്തിയാണല്ലോ, അതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുള്ളതാണ്. ഇത് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളറിലാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിന്റെ ഒരു പ്രിന്റ് വർക്ക്. നേരത്തേതും നല്ല ഭംഗിയായിരുന്നു, ഇതും നല്ല ഭംഗി തന്നെയാണ്. എല്ലാം ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന എല്ലാം നല്ല രസമാണ്, നല്ല പ്രിന്റും നല്ല ഫാബ്രിക്കും എല്ലാം ആണ്. നമ്മൾ ഇത് കോട്ടൺ ആണ് കേട്ടോ. ഇതിന്റെ റൗണ്ട് നെക്കൊക്കെ വന്നിട്ട് എംബ്രോയിഡറി വർക്കാണ് കേട്ടോ ഈ ഒരു പോർഷനിലായിട്ട് നമ്മൾ യോക്കിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. സ്ലീവിന് എൻഡിലായിട്ട് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ മെറൂൺ കളർ കൊണ്ട് ആ ഒരു സെയിം ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്, കളർ ചേഞ്ച് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ പ്രിന്റിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ഇതിന് നമുക്ക് 399 ആണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത്. നേരത്തെ ഇന്ന് കാണിക്കുന്ന എല്ലാ കുർത്തീസും 399 തന്നെയാണ്. എല്ലാതും 399 ആണ് നമ്മൾ നൽകുന്നത്. അഫോർഡബിൾ, നമ്മുടെ നാട്ടിൽ നിന്നല്ല കേട്ടോ, ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് കുറച്ചിട്ട് നമുക്ക് നൽകാൻ പറ്റും. നമ്മുടെ നാട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഇത്രയും റേറ്റ് കുറച്ച് നമുക്ക് നൽകാൻ പറ്റില്ല. പുറത്തുനിന്ന് വന്നിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും റേറ്റ് കുറച്ചിട്ട് നിങ്ങൾക്ക് നൽകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു 375ന്റെ കുർത്തീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനേക്കാട്ടിലും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം ആണ് കേട്ടോ ഇത്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുക എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയുള്ളതാണ്. അതിനേക്കാളും നല്ല ക്വാളിറ്റിയാണ് ഈ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റത്തിനെല്ലാം തന്നെ. അപ്പം മിസ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പം പിന്നെ നമ്മുടെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പൈസ അത്യാവശ്യത്തിന് എടുക്കാനായിട്ട് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്തിട്ട് പതുക്കെ പൈസ ഇട്ടാൽ മതിയല്ലോ, അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ Paytm, ഗൂഗിൾ പേ, അങ്ങനെ എല്ലാ ഫോൺ പേ, അങ്ങനെ എല്ലാ വിധത്തിലുള്ള ഓൺലൈൻ ട്രാൻസാക്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു കോളർ നെക്കിൽ വന്നിട്ടുള്ള സ്ലിറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഡെയിലി വെയർ കുർത്തി തന്നെയാണ് കേട്ടോ. ഇത് ഒരു അജ്രക്ക് പോലെ ഒരു പ്രിന്റിലൊക്കെ വന്നിട്ടുള്ളതാണ്. ഇത് നല്ലൊരു ഡാർക്ക് ബ്ലൂ കളറാണ് കേട്ടോ ഈ കുർത്തി വന്നിട്ടുള്ളത്. ഇതിന്റെ എല്ലാ സ്റ്റിച്ചിങ് ഒക്കെ പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ. എല്ലാം അടിപൊളിയായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. കോളർ നെക്കാണ്. കോളറൊക്കെ ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങനെ ജസ്റ്റ് അകത്തോട്ടൊക്കെ കയറ്റി വെച്ചിട്ടാണെങ്കിൽ ഒരു വി നെക്ക് പോലെയൊക്കെ ഇരിക്കും, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കോളർ ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്കൊക്കെ ഇങ്ങനെ ഇടാനാണ് ഇഷ്ടം. കോളറുള്ള കുർത്തീസൊക്കെ ഞാൻ ഇങ്ങനെ അകത്തേക്ക് കയറ്റി വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലാണ് കേട്ടോ. ഇവിടെ നമ്മൾ ലേസ് വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിലായിട്ടും ലേസ് വർക്കൊക്കെ, ഈ താഴേക്കും ലേസ് വർക്ക് പോയിട്ടുണ്ട്, ഇങ്ങനെ ലേസ് പോയിട്ടുണ്ട്. ബാക്കിലുണ്ട് കേട്ടോ, അതായത് സ്ലീവിന്റെ എൻഡിലായിട്ടും കൊടുത്തിട്ടുണ്ട്. 3 വുഡൻ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലിറ്റഡ് ആണ്. അപ്പം ഇങ്ങനെയാണ് കുർത്തി വരുന്നത്. ഞാനിപ്പോൾ ഇത് മീഡിയം ആണ് വെയർ ചെയ്തിരിക്കുന്നത്. എനിക്ക് നല്ല വലിപ്പമുണ്ട് കേട്ടോ, എനിക്ക് നല്ല വലുതായിട്ടാണ് ഇതിരിക്കുന്നത്, മീഡിയം ആണ്. അപ്പോൾ ഇതിൻ്റെ സ്മോള്, മീഡിയം, ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ട്. അപ്പം നിങ്ങൾ ഒരു സൈസ് കുറച്ചെടുക്കുക കേട്ടോ. മീഡിയം യൂസ് ചെയ്യുന്നതിൻ്റെ സ്മോൾ എടുക്കുക. അപ്പം ഞാനിപ്പോൾ മീഡിയം ഇട്ടിരിക്കുന്നത് എനിക്ക് നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇത് മീഡിയം നല്ല വലുതായിട്ടാണ് എടുക്കുന്നത്. അപ്പം സ്മോൾ എടുക്കുക മീഡിയം യൂസ് ചെയ്യുന്നത്. സ്മോളിൻ്റെ സൈസ് 38 ആണ് കേട്ടോ. 38, 39 ഒക്കെ വരുന്നുണ്ട് സ്മോൾ സൈസ്. മീഡിയത്തിൻ്റെ ആകുമ്പോഴത്തേക്ക് ലാർജിനെക്കാട്ടിലും കൂടുതൽ മീഡിയത്തിന് വരുന്നുണ്ട്. 41 ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ലാർജ് എടുക്കുന്നവർ മീഡിയം എടുക്കുക, എക്സൽ എടുക്കുന്നവർ ലാർജ് എടുക്കുക, അങ്ങനെ എടുക്കുക കേട്ടോ. ഇങ്ങനെ കേട്ടോ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത്. ഇതിൻ്റെ കളറ് നമ്മൾ ദൂരെ വെച്ച് കാണിക്കുമ്പോൾ ആ ഒരു കളറാണ് കേട്ടോ. ഞാൻ വേറെ ചെയ്യുമ്പോൾ ഉള്ള കളറാണ് ഇതിൻ്റെ കളർ വരുന്നത്. ഇപ്പോൾ അടുത്ത് വെക്കുമ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് കളർ കിട്ടുന്നില്ല. ഇതിൻ്റെ ലേസ് വർക്ക് ബാക്കിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെയാണ് ബാക്കിൽ ചെയ്തിട്ടുള്ളത്. അപ്പം നല്ല ഭംഗി, നല്ല ക്ലോത്ത്സാണ് കേട്ടോ. ഇതിൻ്റെ ഫാബ്രിക് നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്കാണ് നമുക്ക് ഈ കുർത്തിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. 399 മാത്രമാണ്. വോയിസ് ഓവർ കൊടുക്കുന്നത് മൈക്ക് ഓഫായിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട, നമ്മുടെ കുർത്തീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് നല്ല അടിപൊളി കുർത്തീസായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പം ബൈ.